الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യണമെന്നും പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്നും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ പടച്ച റബ്ബ് നാം ഏവരെയും തുണക്കുമാറാകട്ടെ. കുടുംബത്തിൻ്റെ ഇസ്ലാമീകരണം എന്ന ചർച്ചയിൽ കുടുംബജീവിതത്തെ പണിതുയർത്തേണ്ട അവബോധങ്ങളുടെ അടിത്തറയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. കല്ലും സിമന്റും കമ്പിയും കൊണ്ടല്ല, അതിനേക്കാൾ ഉപരി ചില അവബോധങ്ങളുടെ ഫൗണ്ടേഷനാണ് കുടുംബജീവിതത്തിൽ വിശ്വാസികൾ അടിത്തറ പണിയാൻ ഉപയോഗിക്കേണ്ടത് എന്ന് നാം സൂചിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച ഓർമ്മയായിരിക്കണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം, അസ്ഥിവാരം എന്ന് നാം പറഞ്ഞു. അതോടൊപ്പം എടുത്തു പറയേണ്ട രണ്ട് പോയിന്റുകൾ. ഒന്ന്, ചുമതലാബോധമാണ്. കുടുംബത്തെ ഇസ്ലാമികമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ, റബ്ബിന് പൊരുത്തപ്പെട്ട മാർഗത്തിൽ മുന്നേറണമെങ്കിൽ, കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലെ ഈ കുടുംബജീവിതം അവസാനം സ്വർഗസ്ഥമായി തീരണമെങ്കിൽ പ്രധാനപ്പെട്ട ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും. അഥവാ ചുമതലാബോധം എന്ന പോയിന്റ്. അവകാശബോധമുണ്ട് അധികം ആളുകൾക്കും, വിശേഷിച്ചും നമ്മുടെ കാലഘട്ടത്തിൽ അതിനാണ് മേൽക്കൈ. എനിക്കെന്ത് കിട്ടണം എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ എപ്പോഴും ജാഗരൂകനായിരിക്കുന്നത്. എനിക്ക് നിങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന്, എൻ്റെ തൊഴിലുടമയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കണം എന്നതിനെ സംബന്ധിച്ച നല്ല ബോധ്യമുണ്ട് എനിക്ക്.
അവകാശബോധം. പക്ഷെ സത്യത്തിൽ അതിന് മുമ്പേ വരേണ്ടതാണ് ചുമതലാബോധം. ഞാൻ എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കണം എന്ന ചിന്ത. എനിക്കെന്തൊക്കെ ഇങ്ങോട്ട് കിട്ടണം എന്നതിനേക്കാൾ മുമ്പേ ഞാൻ എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കണം എന്ന ബോധം, ഈ ചുമതലാബോധമായിരിക്കണം കുടുംബജീവിതത്തിന്റെ സുപ്രധാനമായ ഒരടിത്തറ. അതിന് നമ്മൾ നിരന്തരം നമ്മുടെ മനസ്സിനോട് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു ബോധ്യമുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മസ്ഊലാണ് എന്ന ബോധമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന, ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളെക്കുറിച്ചും സർവ്വവിധ അനുഗ്രഹങ്ങളെപ്പറ്റിയും ചോദിക്കപ്പെടും. കുല്ലുക്കും മസ്ഊൽ. ഇപ്പൊ ഞാനും നിങ്ങളും, സ്ത്രീയും പുരുഷനും യഥാർത്ഥത്തിൽ മസ്ഊലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ആ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധ്യം നിരന്തരം നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ആ ചുമതലാബോധമാണ് മനുഷ്യനെ മാറ്റി തീർക്കുന്നത്. ചരിത്രത്തിൽ നിന്നൊരു ചിത്രം അവതരിപ്പിച്ചാൽ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു, റോമും പേർഷ്യയും അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ജസീറത്തുൽ അറബിന്റെ ഭരണാധികാരിയായിരുന്ന ഉമർ ഒരിക്കൽ ഓടുകയാണ്. ഒരൊട്ടകത്തിന്റെ പിന്നാലെ ഓടുന്ന ഭരണാധികാരി ചരിത്രത്തിൽ നമ്മൾ ഉമറിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. വഴിയിൽ വെച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. അലി ചോദിച്ചു, എന്തേ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ കിതച്ച് ഒട്ടകത്തിന്റെ പിന്നാലെ പായുന്നത്? മഹാനായ ഉമർ പറഞ്ഞു, അത് പൊതുമുതലിൽപ്പെട്ട ഒട്ടകമാണ്. അത് മേച്ചിൽ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയാണ്. അതിനെ പിടിക്കേണ്ടത് ഞാൻ തന്നെയാണല്ലോ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, താങ്കളുടെ പിൻഗാമികളെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണല്ലോ താങ്കൾ ഇത്തരം മാതൃകകളിലൂടെ. അപ്പോൾ ഉമറിന്റെ പ്രതികരണം, അല്ലാഹുവാണ് സത്യം. അങ്ങകലെ യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാനും ഒരു പെണ്ണാട് കൂട്ടം തെറ്റിപ്പോയാൽ അതിന്റെ പേരിലും നാളെ പടച്ചവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്നവനാണല്ലോ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടം തുടരുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനാണ് നമ്മൾ ചുമതലാബോധം എന്ന് പറയുന്നത്. കുല്ലുക്കും മസ്ഊൽ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. ഉമർ ജസീറത്തുൽ അറബിന്റെ ഭരണാധികാരിയായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഓരോ പെണ്ണും ഓരോ പുരുഷനും ഭരണാധികാരിയാണ്. നിങ്ങളുടെ കീഴിലുള്ള എല്ലാത്തിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന ഈ ചുമതലാബോധത്തിന്റെ അടിത്തറയിൽ വേണം നമ്മുടെ കുടുംബജീവിതത്തെ കെട്ടിപ്പടുക്കാൻ. മൂന്നാമത്തെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രണയവും കരുണയുമാണ്. ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പ്രണയം, വീട്ടിലെല്ലാവരോടും കാണിക്കേണ്ട കാരുണ്യം. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂം 21-ാം വചനം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. മവദ്ദത്തും റഹ്മത്തും, ഇത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു അടിയൊഴുക്കായി തീരണം. കാരുണ്യത്തിന്റെയും പ്രണയത്തിന്റെയും ഒരു ഒഴുക്കുണ്ടാകണം വീട്ടിൽ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരിക്കേണ്ട പ്രണയത്തിന്റെ കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മവദ്ദത്ത്, ഏറ്റവും തീവ്രമായ ആ സ്നേഹം ജീവിതത്തിൽ ഒരടിയൊഴുക്കായി നിറയണം. കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുകയും കല്യാണത്തിന് ശേഷം കാമുകന്മാരായിരുന്ന ആ കാലത്തുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയും ജീവിതം യാന്ത്രികമായി പോവുകയും അങ്ങനെ വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് പ്രണയം, കല്യാണത്തിന് ശേഷം പിന്നെ ആ പ്രേമത്തിന്റെ നഷ്ടം, ഇത് നമ്മൾ കാണും. ഇസ്ലാം പഠിപ്പിക്കുന്നത് കല്യാണത്തിന് മുമ്പ് അത്തരം ബന്ധങ്ങൾ ഒഴിവാക്കണം. വിവാഹമെന്ന കരാറിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, റബ്ബ് സുബ്ഹാനഹു വ തആല ഹൃദയത്തിന്റെ അഗാധമായ ഭൂമികളിൽ നിക്ഷേപിച്ച ആ പ്രേമവും ആ കരുണയും നിങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. മുതിർന്നവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടണം കുടുംബത്തിൽ. കുട്ടികൾക്ക് വേണ്ടത്ര പരിലാളന കിട്ടണം കുടുംബത്തിൽ. ചെറിയ കുട്ടികൾക്ക് വേണ്ടത്ര പരിലാളനയും
മുതിർന്നവർക്ക് വേണ്ടത്ര പരിഗണനയും കിട്ടുന്ന സുഭദ്രമായ, ശാന്തപൂർണമായ, കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റേതുമായ ഒരു കൂടായി കുടുംബത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടായിരുന്നത് ഒന്നായി തീരുകയാണല്ലോ വിവാഹത്തിലൂടെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ കണക്കിൽ മോശമായിരുന്നു മജീദ്. അധ്യാപകൻ ചോദിച്ചു, ഒന്നും എത്ര? മജീദ് പറഞ്ഞു, ഒന്നും ഇമ്മിണി വലിയ ഒന്നാണ്. പക്ഷേ ആ പറഞ്ഞതൊരു വലിയ ജീവിത സത്യമാണ്. ഒന്നും 2 എന്ന് പറയുന്നത് ഒരു ഗണിതശാസ്ത്ര ഉത്തരമാണ്. അത് മാത്തമാറ്റിക്സിന്റെ ഉത്തരമാണ്. ജീവിതമെന്ന് പറയുന്ന കല നൽകുന്ന ഉത്തരം 1 2 മതിയാവുകയില്ല. 1 മജീദ് പറഞ്ഞതുപോലെ ഇമ്മിണി വലിയ ഒന്നായി മാറേണ്ടതുണ്ട്. മജീദ് അതിനൊരു ന്യായം പറഞ്ഞു. ആ കഥ വായിച്ചാൽ, ബാല്യകാലസഖി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2 പുഴകൾ ചേർന്ന് ഒരു വലിയ പുഴയായി ഒഴുകുന്നത് പോലെ ഒരു പുഴയോട് മറ്റൊരു പുഴ ചേരുമ്പോൾ അത് 2 പുഴയാവുകയല്ല, ഒരു വലിയ പുഴയായി ഒഴുകുകയാണ് ചെയ്യുക. ഇതുപോലെയായിരിക്കണം ജീവിതം എന്നർത്ഥം. തീർത്തും വ്യത്യസ്തമായ സമതലങ്ങളിലൂടെ ഒഴുകിവരുന്ന പുഴകളെപ്പോലെ, തീർത്തും വിഭിന്നമായ സാഹചര്യങ്ങളിലൂടെ, കുടുംബ പശ്ചാത്തലങ്ങളിലൂടെ, സാമൂഹിക സന്ദർഭങ്ങളിലൂടെ വളർന്ന് രൂപപ്പെട്ടു വന്ന 2 വ്യക്തിത്വങ്ങൾ. ഈ വ്യക്തിത്വങ്ങൾ വിവാഹത്തിലൂടെ ഒന്നായി ചേർന്ന് ഒരു വലിയ പുഴയായി ഇമ്മിണി വലിയ ഒരു ജീവിതം നയിക്കുന്നതിനാണല്ലോ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, പ്രണയത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു അടിയൊഴുക്ക്. 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹുവിന്റെ സദാ നിരീക്ഷണത്തിലാണ് നാം എന്ന ബോധം. 2, അതിൽ നിന്നുണ്ടാകുന്ന ഞാൻ എന്ത് ചെയ്യണം ജീവിതത്തിൽ എന്നതിനെക്കുറിച്ച് ചുമതലകളെ സംബന്ധിച്ച ബോധം. 3ാമത്തേത് പ്രണയത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു ശക്തമായ പ്രവാഹം. ഈ 3ഉം ചേർന്ന സുഭദ്രമായ, ബലിഷ്ഠമായ ഒരടിത്തറമേൽ, ഒരു ഫൗണ്ടേഷനിലായിരിക്കണം ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കേണ്ടത്, പണിതുയർത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഖുർആനും സുന്നത്തും നമ്മൾ പരിശോധിച്ചു നോക്കൂ. സൽവൃത്തനായ, മാതൃകായോഗ്യനായ, റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന ഒരു പുരുഷൻ, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിന്റെ വളരെ കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഖുർആനിലൂടെ കടന്നുപോയാൽ ബോധ്യമാകും. നമ്മിൽ ഓരോരുത്തരുടെയും കുടുംബത്തിലെ ചിത്രങ്ങളും പ്രമാണങ്ങളിലുള്ള ഈ ചിത്രവും നമ്മളൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് താരതമ്യം ചെയ്യണം. ഞാൻ എന്നെക്കുറിച്ച് എന്നോട് തന്നെ പറയുകയാണ്. എന്റെ കുടുംബത്തിലെ, എന്റെ വീട്ടിലെ എന്റെ ചിത്രവും ഒരു ഭർത്താവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ, ഒരു മകനെന്ന നിലയിൽ എന്റെ ചിത്രവും നമ്മുടെ ഈ പ്രമാണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാതൃകായോഗ്യനായ ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ സൽവൃത്തനായ ഒരു ഗൃഹനാഥന്റെ ചിത്രവും തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസ്നു അഅമാലകും ഖബല അൻ തുസന അലൈക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിശോധിക്കാൻ ഈ വചനങ്ങളും പ്രമാണങ്ങളും ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറ 228-ാമത്തെ വചനം, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അല്ലാഹ് പറയുകയാണ്, സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. നിങ്ങൾക്ക് അവരുടെ മേൽ ചില അവകാശങ്ങൾ ഉള്ളതുപോലെ നിങ്ങളുടെ മേൽ ചില അവകാശങ്ങൾ അവർക്കുമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്ത്രീകൾക്കും ചില അവകാശങ്ങളുണ്ട്. കുടുംബിനികൾക്ക്, ഭാര്യമാർക്ക് ചില അവകാശങ്ങളുണ്ട്. മഹാനായ ഉമർ അൽ ഫാറൂഖ് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ത്രീകളെ വലിയ ഗൗരവത്തിലെടുത്തിരുന്നില്ല ജാഹിലി കാലഘട്ടത്തിൽ. പക്ഷേ വിശുദ്ധ ഖുർആൻ അവതീർണമായതിനു ശേഷമാണ് പെണ്ണിന്റെ മൂല്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്നവർ വീട്ടിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി വേണം പെരുമാറാനെന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബിഹി. ഉമറിന്റെ നാവിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തെ മുദ്രണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഉമർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അവരോട് വളരെ നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കണം. ഫൈൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അലുല്ലാഹു ഫീഹി ഖൈറൻ കസീറ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 19-ാം വചനം അല്ലാഹ് പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. ഇനി നിങ്ങൾ വെറുക്കുന്ന എന്തെങ്കിലും സംഗതികൾ അവരിൽ ഉണ്ടെങ്കിൽ, സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ,
നിങ്ങൾ തിരിച്ചറിയണം, ആ നിങ്ങൾ വെറുക്കുന്ന സംഗതികളിൽ പോലും ഒരുപക്ഷെ അള്ളാഹു ഒരുപാട് ഖൈറുകൾ, ഒരുപാട് നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ ആ വിടവാങ്ങൽ ഹജ്ജ്, ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രവാചകൻ നിർവഹിച്ച ഹജ്ജ് എങ്ങനെ നിർവഹിക്കണമെന്ന് സമുദായത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിർവഹിച്ച ആ ഹജ്ജ്, അതിൽ അവസാനം ഒരു വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയല്ലോ. അറഫ മൈതാനിയിൽ ഒത്തുചേർന്ന ആ ആളുകൾക്കിടയിൽ, ലക്ഷത്തോളം വരുന്ന അനുചരന്മാർക്കിടയിൽ ഒരൊട്ടകത്തിന്റെ പുറത്തിരുന്നിട്ട് റസൂലുള്ള നടത്തിയ, മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിച്ച ഒരുപക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ ആ പ്രസംഗത്തിൽ അതിന് ഇസ്ലാമിക ഉമ്മത്തിന്റെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. കാരണം ഉപ്പ മരിക്കുമ്പോൾ പറയുന്നത് പോലുള്ള ഒരു സ്ഥാനമുണ്ട്. റസൂലുള്ള പറഞ്ഞു, അടുത്ത കൊല്ലം ഇതുപോലെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നറിഞ്ഞുകൂടാ. സിദ്ദീഖുൽ അക്ബറിനെ പോലുള്ളവർക്ക് കാര്യം മനസ്സിലായി. വഫാത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഉപ്പ മരിക്കാൻ പോകുന്ന മരണക്കിടക്കയിൽ കിടന്നിട്ട് മക്കളെ ചുറ്റും കൂടി നിൽക്കുന്ന മക്കളോട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പോലെ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഇസ്ലാമിക സമൂഹത്തോട് ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ പ്രവാചകൻ പറഞ്ഞ ആ ഹജ്ജത്തുൽ വിദാഇലെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ അവിടുന്ന് വളരെ ഗൗരവത്തോടുകൂടി ചൂണ്ടിക്കാണിച്ചു സ്ത്രീകളുടെ കാര്യം. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, റസൂലുള്ളാഹി പറയുകയാണ്, അലാ ശ്രദ്ധിക്കുക, നിങ്ങൾ അറിയുക, വസ്തൗസൂ ബിന്നിസാഇ ഖൈറൻ ഫഇന്നമാ ഹുന്ന അവാനിൻ ഇൻദകും. അങ്ങനെ മുറ്റമടിച്ചപ്പോൾ ചവർ വീട്ടിലേക്ക് കടന്നു വന്നതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നവളല്ല ആ സ്ത്രീ. തിരിച്ചറിയണം, നിങ്ങളും അവരുമായുള്ള ബന്ധം ഒരു കരാറിന്റെ ബന്ധമാണ്. വിവാഹമാകുന്ന ഉടമ്പടിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നവരാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അടിച്ചു വാരുമ്പോൾ ഉണ്ടാകുന്ന ചപ്പുചവറുകളെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതല്ല നിങ്ങളുടെ സ്ത്രീകൾ. അതുകൊണ്ട് നിങ്ങൾ അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, സ്ത്രീകളോട് ഏറ്റവും ഉദാത്തമായ നിലയിൽ പെരുമാറുക എന്ന എന്റെ ഈ വസിയ്യത്ത് നിങ്ങൾ പരിഗണിക്കണം. അലാ ശ്രദ്ധിക്കുക, അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിശദീകരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, സത്യവിശ്വാസികൾ അല്ല, മുഅ്മിനുകൾക്ക് നേതൃത്വം നൽകുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരുടെ കുടുംബജീവിതത്തിലെ ചിത്രങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. നാലാൾ കാണുമ്പോൾ നാൽക്കവലയിൽ മാന്യന്മാരായി ചമയുന്ന പകൽ മാന്യന്മാരായ ആളുകളാണല്ലോ നമ്മിൽ പലരും പറയുന്ന ഞാനടക്കം. ഇപ്പറയുന്ന വിശാലത, ഈ സഹിഷ്ണുത, പ്രമാണങ്ങളിൽ കാണുന്ന ഈ കരുണയും ഈ പ്രണയവും, ഇതൊന്നും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ സാധു സ്ത്രീയുടെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ മറന്നുപോവുകയാണല്ലോ. പലപ്പോഴും ഒരു സാഡിസ്റ്റിനെ പോലെ പെരുമാറുകയാണല്ലോ. വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ചില ചുമതലകൾ അല്ലാഹു നിശ്ചയിച്ചു തന്നു. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു 4-ാം അധ്യായം നിസാ 34-ാമത്തെ വചനത്തിൽ പുരുഷന്മാർക്ക് അല്ലാഹു നാഥത്വം നൽകിയിരിക്കുകയാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർക്ക് കുടുംബത്തിൽ അല്ലാഹു അവരെ ഗൃഹനാഥന്മാരാക്കിയിരിക്കുകയാണ്. പലപ്പോഴും ഇത് പുരുഷാധിപത്യത്തിന്റെ ഒരു സൂക്തമായിട്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അർരിജാലു ഖവ്വാമൂന അലി, പെണ്ണുങ്ങളുടെ മേൽ കുതിര കയറാൻ, അവരുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ, ആധിപത്യം സ്ഥാപിക്കാൻ, പുരുഷാധിപത്യത്തിന്റെ ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ന്യായം പറയാൻ പലപ്പോഴും വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ദുരുപയോഗം ചെയ്യാറുണ്ട്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, അല്ലാഹു പറഞ്ഞത് അതൊന്നുമല്ല. നിങ്ങൾ വനിതകളുടെ മേൽ നിങ്ങൾക്ക് നാഥത്വം അല്ലാഹു നൽകിയിരിക്കുന്നു. അതാണ് ഖവ്വാം എന്ന് പറയുന്നത്, ഗൃഹനാഥൻ. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, മലയാള ഭാഷയിൽ തന്നെ ഗൃഹനാഥൻ എന്നാണ് പറയാറ്. ആ ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം, അവരുടെ പരിപാലനം, അവരുടെ വളർച്ച, അവരുടെ മേൽനോട്ടം, അവരുടെ നായകത്വം, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലാതെ അവരെ ചൂഷണം ചെയ്യലല്ല. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, എന്തുകൊണ്ട് അല്ലാഹു അത് പുരുഷന്മാർക്ക് നൽകിയെന്നൊരു ചോദ്യമുണ്ട്. ഖുർആൻ അതിന് ഉത്തരം പറഞ്ഞു, ബിമാ ഫല്ലലല്ലാഹു ബഅദഹും അലാ ബഅദ്, നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ പ്രകൃതിപരമായിട്ട് അല്ലാഹു ചില യോഗ്യതകൾ നൽകിയിട്ടുണ്ട്. അതാണ് ഒരു കാരണം. സ്ത്രീയും പുരുഷനും തമ്മിൽ പുരുഷന്റെ ജീൻസും പുരുഷന്റെ ടീഷർട്ടും ഇട്ടാൽ സ്ത്രീയാവുകയില്ല, അല്ല പുരുഷനാവുകയില്ല. സ്ത്രീ അങ്ങനെ ഇടിച്ചു കൊണ്ടുവന്നാൽ ഒരിക്കലും അവൾ ഒരു പുരുഷനാവുകയില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞത്, പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീ, സ്ത്രീയെപ്പോലെ സംസാരിക്കുകയും സ്ത്രീയെപ്പോലെ പെരുമാറുകയും അവളുടെ ശൈലികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പുരുഷൻ,
രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് സ്ത്രീയെ പുരുഷനാക്കണ്ട, പുരുഷനെ സ്ത്രീയുമാക്കണ്ട. രണ്ടു കൂട്ടർക്കും അവരുടെ പ്രകൃതിപരമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് റബ്ബ് നൽകിയ ചുമതലകളും ധർമ്മങ്ങളും കർമ്മങ്ങളും നിറവേറ്റുകയാണ് വേണ്ടത്. രണ്ടാമത് അവരെ ഈ നായകത്വം ഏൽപ്പിക്കാനുള്ള ഒരു കാരണം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരാണ് കാശ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അല്ലാഹു പുരുഷനെ ഏൽപ്പിച്ചിരിക്കുന്നു. പെണ്ണിന് കിട്ടിയ മഹർ വിവാഹമൂല്യം അതിൽ നിന്ന് പോലും അവൾ പുരുഷന് കൊടുക്കേണ്ടതില്ല, നിയമപരമായിട്ടൊരു ബാധ്യതയുമില്ല. കുഞ്ഞുങ്ങളുടെ വളർച്ച, കുടുംബത്തിന്റെ മുന്നോട്ട് പോക്ക്, പുരുഷന്റെ സാമ്പത്തിക പ്രയാസം, ഇതൊന്നും സ്ത്രീ പരിഹരിക്കേണ്ടതില്ല. അവൾക്ക് ഇസ്ലാമിൽ ഒരു സാമ്പത്തിക ബാധ്യതയുമില്ല. എല്ലാ ബാധ്യതയും പുരുഷനാണ്. അതുകൊണ്ടാണ് അനന്തര സ്വത്തിൽ ചിലപ്പോൾ പുരുഷന്റെ ബാധ്യത സ്ത്രീക്ക് കിട്ടുന്നത്. കാരണം അവൾക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടുകയാണ്. അവൾക്ക് ഇതിൽ നിന്നൊന്നും ചെലവഴിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഭർത്താവിനെ സഹായിക്കാം, വീട്ടിലെ ചെലവുകൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവളെ നിർബന്ധിക്കാൻ പുരുഷനായ ഭർത്താവിന് യാതൊരു അവകാശവുമില്ല ഇസ്ലാമിന്റെ നിയമപ്രകാരം. അപ്പോൾ പുരുഷൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ടും പ്രകൃതിപരമായ സവിശേഷതകൾ നിമിത്തവും ഈ കുടുംബത്തെ പോറ്റാനും വളർത്താനും അതിനുള്ള നായകത്വത്തിന്റെ പദവി നിനക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് അധിക ചുമതല, നിനക്ക് ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൂടുതലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നന്മയിൽ വർത്തിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്നല്ല, അവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ നല്ലവരാണെങ്കിലേ നല്ലവരാകൂ എന്ന് അള്ളാന്റെ റസൂൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യമാരുടെ മുമ്പിൽ എന്തൊരു വലിയ ഒരു പോയിന്റാണ് റസൂലുള്ളാഹി പറഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെക്കുറിച്ച് നല്ലവനെന്ന് പറഞ്ഞാലേ നിങ്ങൾ നല്ലവരാകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും ഈമാൻ സത്യവിശ്വാസം പൂർണ്ണതയുള്ളവൻ ആരാണെന്നറിയുമോ? അത് സ്വഭാവം വിശിഷ്ടമാക്കിയവനാണ്. എന്നിട്ട് പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, നിങ്ങളുടെ സ്ത്രീകൾക്ക് നല്ലവരാരാണോ അവരാണ് നല്ലവർ. അതാണ് അതിന്റെ അർത്ഥം. പ്രത്യേകമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഭാര്യമാർ നല്ലവൻ എന്ന് വിചാരിക്കുന്നവനെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിലും നല്ലവനാകൂ എന്ന് പ്രവാചകൻ പറയുകയാണ്. ഈ ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം മതി ലോകത്ത് എത്ര മഹത്തുക്കളുണ്ട് എന്ന് തീരുമാനിക്കാം. രാഷ്ട്രീയത്തിൽ ഒരുപാട് ആളുകൾ, കലയിലും സാഹിത്യത്തിലും സാമ്പത്തിക രംഗത്തും ഒരുപിടി ആളുകൾ, കലാകാരന്മാർ, ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, ദാർശനികർ, ചിത്രകാരന്മാർ, ഒരുപാട് കോടിക്കണക്കിന് അനുയായികളുള്ള ആരാധകരുള്ള നേതാക്കന്മാർ, ഇവരിൽ എത്ര പേർ യഥാർത്ഥത്തിൽ ഇപ്പറഞ്ഞ അർത്ഥത്തിൽ വിശിഷ്ടരാണ്, നല്ലവരാണ്, മഹത്തുക്കളാണ് എന്ന് നമ്മൾ പരിശോധിക്കും. റസൂലുള്ളാഹി ഒരു സ്കെയിൽ തരികയാണ്, നമ്മെ പരിശോധിക്കാനും മറ്റുള്ളവരെ പരിശോധിക്കാനും. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, സ്വന്തം സ്ത്രീകളോട് നല്ല വിശിഷ്ടമായിട്ട് പെരുമാറാൻ, കുലീനമായിട്ട് പെരുമാറാൻ കഴിയുന്നവരാരോ അവർ മാത്രമാണ് വിശിഷ്ടർ എന്ന് പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രയോ ആളുകൾ പ്ലാബോ പിക്കാസോ മുതൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വരെ എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. അവരൊക്കെ ലോകത്തിന്റെ ആരാധന നേടിയെടുത്തവരാണ്, ലോകത്തേറ്റവും അറിയപ്പെടുന്നവരാണ്. കോടിക്കണക്കിന് രൂപ കൊടുത്തു വേണം അവരുടെയൊക്കെ പെയിന്റിങ്ങോ കവിതയൊക്കെ വാങ്ങിക്കാൻ. അത്രമേൽ പ്രസിദ്ധരായ, ലോകം മുഴുവൻ ആദരിക്കുന്ന കലാകാരന്മാർ. പക്ഷെ അവരുടെ ജീവിതം എന്തായിരുന്നു? കുടുംബത്തിൽ അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ എന്തായിരുന്നു അവരുടെ പെരുമാറ്റം? പ്ലാബോ പിക്കാസോ എന്ന് പറയുന്നത് ലോകമറിയുന്ന ഏറ്റവും പ്രസിദ്ധനായ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ചിത്രകാരനായിരുന്നു പിക്കാസോ. 20,000-ഓളം രചനകളുണ്ട് അദ്ദേഹത്തിന്റെ. ഓരോ രചനയും കോടിക്കണക്കിന് ഉറുപ്പിക വില വരുന്ന രചനകൾ. ഗോർണിക്ക പോലുള്ള വലിയ ശ്രദ്ധേയമായിട്ടുള്ള പെയിന്റിംഗ് നടത്തിയ ചിത്രകാരനാണ് അദ്ദേഹം. ഗോർണിക്ക എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഗോർണിക്ക എന്ന് പറയുന്ന സ്ഥലം ഹിറ്റ്ലർ ആക്രമിച്ച് അവിടത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തെയും കൊന്നൊടുക്കിയപ്പോൾ ലോകത്തേറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രത്തിലൂടെ പ്രതികരിച്ച വലിയ കലാകാരനായിരുന്നു പ്ലാബോ പിക്കാസോ. ക്യൂബിസം എന്ന് പറയുന്ന ഒരു ചിത്രകലാ സങ്കേതത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. മോഡേൺ ആർട്ടിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ രചനകൾ കോടിക്കണക്കിന് ഡോളറാണ് അതിന്റെ ഒരു പെയിന്റിംഗ്, അദ്ദേഹം വരച്ച ഒരു പെയിന്റിംഗ്. ഇങ്ങനെയുള്ള പ്ലാബോ പിക്കാസോ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ കുറെ നാൾ മുമ്പ് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു, അദ്ദേഹത്തിന്റെ ജീവചരിത്രം. അപ്പോഴാണ് ഈ പിക്കാസോവിന്റെ, ഈ ലോകമാന്യന്റെ കുടുംബത്തിലെ ചിത്രം കിട്ടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, പെണ്ണുങ്ങളുടെ മുമ്പിൽ എങ്ങനെ, അതാണ് ഒരു മനുഷ്യന്റെ മഹത്വം നിർണ്ണയിക്കുന്നത്. ഈ മനുഷ്യനെ കുറിച്ച് അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഇദ്ദേഹം ഏറ്റവും വലിയ സാഡിസ്റ്റ് ആയിരുന്നു, പരപീഡനാസക്തിയുള്ള ആളായിരുന്നു.
മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ, അവരെ ദുഃഖിപ്പിക്കുമ്പോൾ സുഖമനുഭവിക്കുന്ന ഒരു മനോവൈകൃതത്തിന്റെ ഉടമയായിരുന്നു. ഞങ്ങൾ ഭാര്യമാർ, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഭാര്യമാരാണ് അതിന്റെ ഇരകളായി മാറിയത്. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ അവർ വിശദീകരിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ ഭാര്യമാരെ നന്നായിട്ട് വേഷമൊക്കെ ചെയ്യിച്ച് അങ്ങനെ ഒരുക്കി നിർത്തിയിട്ട് ഞങ്ങളുടെ സുന്ദരമായ കവിളുകളിൽ അദ്ദേഹം വലിച്ചുകൊണ്ടിരിക്കുന്ന സിഗരറ്റിന്റെ കത്തുന്ന അഗ്രഭാഗം കൊണ്ട് കുത്തിനോവിച്ചിട്ട് ആനന്ദിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹോബി. ഏറ്റവും വലിയ സാഡിസ്റ്റ് ആയിരുന്നു എന്ന് പറയുകയാണ് പിക്കാസോയെ കുറിച്ച്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. റസൂലുള്ള വിശദീകരിക്കുന്നു, പെണ്ണുങ്ങളുടെ മുമ്പിൽ, കുടുംബിനികളുടെ മുമ്പിൽ അല്ലയോ ഭർത്താക്കന്മാരെ നിങ്ങൾ എങ്ങനെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. VS നൈപോൾ എന്ന് പറയുന്ന വലിയൊരു നോബൽ ലൊറേറ്റ്, നോബൽ സമ്മാന ജേതാവായ ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയ വലിയൊരു സാഹിത്യ സാമ്രാട്ട്, അദ്ദേഹത്തെക്കുറിച്ച് ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ ഒരു ഗ്രന്ഥം എഴുതി. അപ്പോഴാണ് ലോകം ഇതൊക്കെ അറിയുന്നത്. ദ വേർഡ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അയാളുടെ കിരാതമായ മുഖം അവർ അനാവരണം ചെയ്യുകയാണ്. ക്യാൻസർ ബാധിച്ച അർബുദത്തിന്റെ വേദനകളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന നാളുകളിൽ ഈ മനുഷ്യൻ എന്നെ തിരിഞ്ഞു പോക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടറി എന്ന പേരിൽ നിയമിച്ച പെണ്ണുമായിട്ട് വെപ്പാട്ടിയുമായിട്ട് കൂട്ടുകൂടി കൂത്താടി നടക്കുകയായിരുന്നു. ലോകമാദരിക്കുന്ന ഈ സാഹിത്യ അവരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ വലിയ ആളുകളായിട്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറയുന്നു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. സ്ത്രീകളോട് നന്നായിട്ട് പെരുമാറുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ളവൻ എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. അതുകൊണ്ട് ബാധ്യതകൾ, സ്ത്രീകളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഭാര്യയുടെ ലൈംഗികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ അത്തരം ഒരു മനുഷ്യനോട് പറഞ്ഞു, ഇന്നലി സൗജിക അലൈക ഹഖൻ. അല്ല, നിന്റെ ഇണയോട് നിനക്ക് ചില വലിയ ചുമതലകളുണ്ട്. നീ ഒരുപക്ഷെ വലിയ നിസ്കാരക്കാരനായിരിക്കാം, നോമ്പുകാരനായിരിക്കാം, ഇബാദത്തിൽ മുഴുകുന്നവനായിരിക്കാം. പക്ഷേ ഭാര്യയുടെ അവകാശം അവൾക്ക് വകവെച്ചു കൊടുക്കണം, അവരുടെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. അത് ഹക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് ചോദിച്ചു, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഭാര്യമാർ, അവർക്ക് ഞങ്ങളുടെ മേലുള്ള ബാധ്യതകൾ എന്തൊക്കെ? റസൂലുള്ളാഹി വിശദീകരിച്ചു, അൻ തുത്ഇമഹാ ഇദാ തുഇംത. നീ തിന്നാൽ അവളെ നീ തീറ്റാൻ ശ്രദ്ധിക്കണം. നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ, നീ നല്ല ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവൾക്കും നല്ല ഭക്ഷണം നീ ഉറപ്പുവരുത്തണം. വതക്സൂഹ ഇദക്തസൈത. നീ നല്ല വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും നല്ല വസ്ത്രം ധരിപ്പിക്കാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കുക. നീ നല്ല വസ്ത്രം ധരിച്ച് നിന്റെ ഭാര്യയും നിന്റെ കുടുംബത്തിലുള്ള മക്കളും മോശമായിട്ട് വേഷം ധരിച്ച് നടക്കുന്നത് ഇസ്ലാമികമല്ല എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. വലാ തലരിബിൽ വജ്ഹ്. എന്ത് കാരണം വന്നാലും അവരുടെ മുഖത്തടിക്കാൻ നിനക്ക് അവകാശമില്ല റസൂലുള്ളാഹി പറഞ്ഞു. വലാ തുഖബ്ബിഹ്. അവളെ നീ അവഹേളിക്കരുത്, അവളെ വഷളാക്കരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. എത്ര സൂക്ഷ്മമായിട്ടാണ് റസൂലുള്ളാഹി ഉപദേശം തരുന്നത്. വീട്ടിലുള്ളപ്പോഴല്ലാതെ അവളുമായിട്ട് പിണങ്ങി നിൽക്കരുത് എന്ന് റസൂലുള്ളാഹി പറയാൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ പറയുന്ന ആ നിർദ്ദേശ മർമ്മത്തിലാണ് പ്രവാചകൻ തൊടുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പിണക്കമുണ്ടെന്ന് സങ്കല്പിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ കാര്യത്തിൽ തെറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു അതിഥി, ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധു വരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് തോന്നാൻ പാടില്ല. നിങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ പിണക്കത്തിലാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ പാടില്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. അതൊക്കെ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള സംഗതികളാണ്. വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒരിക്കലും അപമാനിക്കുന്ന രീതിയിൽ ആ വഴക്ക്, അല്ലെങ്കിൽ അവളെ സംബന്ധിച്ച് മോശമായ പരാമർശം, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പുറത്തറിയിക്കരുതെന്ന് പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരൊറ്റ ഹദീസിൽ പറഞ്ഞ 5 തത്വങ്ങൾ, പഞ്ചശീല തത്വങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇതെങ്ങാനും പ്രാവർത്തികമാക്കുമെങ്കിൽ കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുമല്ലോ. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ. ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ വെക്കേണ്ട ചില വിഷയങ്ങളായതുകൊണ്ട് എടുത്തു പറയുകയാണ്. ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ. ഫറഖ യഫ്റുഖു എന്ന് പറഞ്ഞാൽ ഒരസുക എന്നർത്ഥം. ഒരു വിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ അയാളുടെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ഒരസിക്കൊണ്ടിരിക്കരുത്. റസൂലുള്ളാഹി പറയാൻ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ. ഫറഖ യഫ്റുഖു, ഉരസുക, ചുരണ്ടുക എന്നൊക്കെ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, വഴക്കുണ്ടായാൽ പിന്നെ ഇങ്ങനെ ചുരണ്ടി ഇരിക്കുക, ഉരസിക്കൊണ്ടിരിക്കുക, ദേഷ്യം പിടിപ്പിക്കുക. ആ തീ കെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അത് കൂടുതൽ ആളി കത്തിക്കുക.
അതിനുവേണ്ടുള്ള പരാമർശങ്ങളും വാക്കുകളും നമ്മുടെ നാവിൽ നിന്ന് വരിക. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ചെയ്യരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. അവളിൽ നിനക്ക് വെറുക്കുന്ന ചില ഗുണങ്ങൾ ഉണ്ടാകാം, പക്ഷേ നീ മനസ്സിലാക്കണം, നിന്നെ ഇഷ്ടപ്പെടുത്തുന്ന, നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറെ സ്വഭാവങ്ങളും അവളിലുണ്ടല്ലോ. ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ, അനുരഞ്ജനത്തിന്റെ ഒരു മാർഗം സ്വീകരിക്കണമെന്ന് പറയുകയാണ്. നീ കല്യാണം കഴിക്കുമ്പോൾ അവിടെ നിനക്ക് മേടിക്കാൻ കിട്ടിയ ഒരു റെഡിമെയ്ഡ് വസ്തുവല്ലല്ലോ ഇത്. തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വ്യക്തിത്വമാണത്, മറ്റൊരു മനുഷ്യനാണത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്കുമുണ്ടാകും ഇങ്ങനെ ചില വൈകല്യങ്ങൾ. അപ്പൊ വൈകല്യങ്ങളുണ്ടാകും, ഗുണങ്ങളുമുണ്ടാകും. അത് രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് കറുപ്പും വെളുപ്പുമുണ്ടെന്ന ബോധ്യത്തോടുകൂടി അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സമീപനം സ്വീകരിക്കുക. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഇത്തരം പ്രവാചകന്റെ സുഭാഷിതങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ പിന്നെ മുസ്ലിം ഉമ്മത്തിന് കൗൺസിലിംഗ് സെന്ററുകളിൽ പോകേണ്ടി വരുമോ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ കാണേണ്ടി വരുമോ? അല്ലെങ്കിൽ മനഃശാസ്ത്ര കോളങ്ങളിലേക്ക് കത്തെഴുതേണ്ടി വരുമോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഭൗതികവാദിയെ സമീപിക്കേണ്ടി വരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബജീവിത സംബന്ധമായ പാഠങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് നമുക്ക് പരിശോധിക്കാൻ കഴിയണം. പ്രവാചകൻ ഇങ്ങനെ കുറെ വലിയ തത്വങ്ങൾ പറഞ്ഞിട്ട് പിൻവാങ്ങുകയല്ല ചരിത്രത്തിൽ ചെയ്തത്. അതുപോലൊരു ജീവിതം അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്തു. ഇമാം ബുഖാരി രേഖപ്പെടുത്തി, കാന ഫീ മിഹ്നത്തി അഹ്ലിഹി. റസൂലിന്റെ കുടുംബത്തിലെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വീട്ടിലെ അടുക്കള ജോലികളിൽ പോലും സഹായിക്കുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ്. ആയിഷാ ബീവി വിശദീകരിക്കുന്നു പ്രവാചകന്റെ വീട്ടിലെ സ്വഭാവങ്ങളെ സംബന്ധിച്ച്. ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, അസ്വദ് റളിയല്ലാഹു അൻഹു, എങ്ങനെയായിരുന്നു പ്രവാചകൻ വീട്ടിൽ? ആയിഷ പറയുന്ന ഓരോ വാക്കും നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യൻ, നമുക്ക് കുടുംബവുമായിട്ട് ഇടപഴകാനോ മക്കളുമായിട്ടൊന്ന് സല്ലപിക്കാനോ ഭാര്യയുമായിട്ടൊരു വർത്താനം പറയാനോ നേരമില്ലാത്ത രീതിയിൽ തിരക്ക് നമ്മളെയൊക്കെ കീഴ്പ്പെടുത്തിക്കളഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ചരിത്രത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച മനുഷ്യൻ, 23 കൊല്ലം കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ മഹാവിപ്ലവം, ആ മഹാവിപ്ലവം സാധിച്ചെടുത്ത അന്ത്യപ്രവാചകൻ, പരിവർത്തനങ്ങളുടെ മഹാപ്രവാഹങ്ങൾക്ക് തുടക്കം കുറിച്ച റസൂൽ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നാൽ അടുക്കള ജോലികളിൽ പെണ്ണുങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുകയാണ്. ആയിഷാ ബീവി വിശദീകരിച്ചു, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫുനാലഹു, പ്രവാചകൻ ചെയ്തിരുന്ന ജോലികൾ വിശദീകരിക്കുകയാണ്. അദ്ദേഹം ചെരുപ്പ് തുന്നിയിരുന്നു എന്ന് പറയും. ചെരുപ്പ് തുന്നിയിരുന്നു അദ്ദേഹം, ചെരുപ്പ് തുന്നുന്ന നബി. വയഹീതു സൗബഹു, വസ്ത്രം തുന്നിയിരുന്ന നബി. വയഅമലു ഫീ ബൈതിഹി കമാ യഅമലു വഹദുകും ഫീ ബൈതിഹി, സാധാരണ മനുഷ്യന്മാരൊക്കെ വീട്ടിൽ ചെയ്യാറുള്ള എല്ലാ പണികളും വീട്ടിൽ ചെയ്തിരുന്ന നബി. വഖാലത്ത്, ആയിഷ തുടരുന്നു, കാന ബശറം മിനൽ ബശരി യുഫല്ലി സൗബഹു, പലപ്പോഴും വീട്ടിലെ വസ്ത്രങ്ങളൊക്കെ അടുക്കി കുടഞ്ഞ് വൃത്തിയാക്കി അതിലെ പേനും ഇതൊക്കെ കളഞ്ഞിട്ടൊക്കെ വൃത്തിയാക്കി വെക്കുന്ന പണി പലപ്പോഴും റസൂലുള്ളയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തിരുന്നത് എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം അല്ല ഏതോ നിലക്കൊരു പണ്ഡിതനോ നേതാവോ ചിന്തകനോ അല്ലെങ്കിൽ അറിയപ്പെടുന്നവനോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കാണുന്ന ഒരു ജാടയുണ്ടല്ലോ. കുടുംബജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ദുനിയാവെന്തെന്നറിയാത്ത, വീട്ടിലെ പണികൾ എന്തെന്നറിയാത്ത, വീട്ടിലെ പണികൾ ചെയ്യുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ ഭർത്താക്കന്മാർ ഈ സമുദായത്തിൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആയിഷാ ബീവി നബിയെപ്പറ്റി പറയുകയാണ്, ഇതൊക്കെ നബി ചെയ്തിരുന്നു. ആടിനെ കറന്നിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആടിനെ കറക്കുന്ന പ്രവാചകൻ. സ്വന്തം കാര്യങ്ങൾ സ്വയം നിർവഹിച്ചിരുന്ന നബി. നമ്മൾ ആലോചിച്ച് നോക്കൂ, കറിയിൽ ഒരൽപ്പം ഉപ്പ് കൂടിപ്പോയാൽ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അല്ല, പലപ്പോഴും ഇസ്തിരിയിട്ടപ്പോൾ ഒന്ന് ചുളിഞ്ഞു പോയതിന്റെ പേരിൽ ഒരുപക്ഷെ തൊലാഖിലേക്കും മുത്തലാഖിലേക്കും എത്തിപ്പോകുന്ന എത്രയോ കേസുകൾ നമ്മൾ നമ്മുടെ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഞാൻ അറിയേണ്ട, ഞാൻ ചെയ്യേണ്ട സംഗതിയല്ല. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വെച്ചു വിളമ്പിത്തരാൻ അടുക്കളയിലെ ഒരു ഉപകരണമായി ഒരു ജീവിതവുമായി, ആ ജീവിതം അങ്ങനെ തീരാനുള്ളതാണ്, കരിപിടിച്ച് തീരേണ്ട ഒരു ജീവിതമാണെന്ന് സങ്കല്പിക്കുന്ന പുരുഷാധിപത്യത്തിന്റെ സംസ്കാരവുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തെ പറ്റി ആയിഷ പറയാൻ, വയഖ്ദിമു നഫ്സഹു, സ്വന്തം കാര്യങ്ങളൊക്കെ, സ്വന്തം തുണിയലക്ക, സ്വന്തം പാത്രങ്ങൾ, ഇതൊക്കെ റസൂൽ ചെയ്തിരുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ പാഠമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലിനെ എല്ലാ മേഖലകളിലും അനുകരിക്കുന്ന ഈ ഉമ്മത്ത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ.
അന്ത്യനാളിലും അല്ലാഹുവിലും നല്ല ഈമാനുള്ള ഈ സമുദായത്തിലെ ആളുകൾ പ്രത്യേകിച്ച് അല്ലാഹു പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എല്ലാ മേഖലകളിലും ആ പ്രവാചകനാണ് നിങ്ങളുടെ വിശിഷ്ടമായ ഉദാത്തമായ മാതൃക. വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിലും അല്ലാഹുവിലും അവന്റെ പരമാധികാരത്തിലും വിശ്വാസമർപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകനായിരിക്കണം. പ്രവാചകൻ നല്ല ഒരു ഭർത്താവായിരുന്നു, നല്ല ഒരു കുടുംബനാഥനായിരുന്നു, മക്കളെ പോറ്റുന്ന നല്ല ഒരു പിതാവായിരുന്നു. ഈ അർത്ഥത്തിലൊക്കെ പ്രവാചകന്റെ ഉസുവത്തിനെയും അതുതന്നെയാണ് ഏറ്റവും ഹസനത്ത്. ആ ഹസനത്തുള്ള ഉസുവത്തിനെ, ഏറ്റവും വിശിഷ്ടമായ ആ പ്രവാചക മാതൃകകളെ സ്വന്തം ജീവിതത്തിന്റെ ചിത്രങ്ങളുമായി ചേർത്ത് വെച്ച് പരിശോധിക്കുകയും എവിടെയാണോ പോരായ്മകൾ അത് പരിഹരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലന. നമ്മുടെ മാർഗത്തിൽ ആരെങ്കിലും പരിശ്രമിക്കുമെങ്കിൽ അവർക്ക് നാം വഴികൾ തുറന്നു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സുന്നത്ത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ.